നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് നിക്ഷേപകർ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകിയത് ഉൽപ്പന്ന വിലയിൽ തിരുത്തലിന് ഇടയാക്കി. വിദേശത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾക്കിടയിൽ കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞു 21,700 രൂപയായി. 5ാം ഗ്രേഡ് 21,400 രൂപയിൽ വിപണനം നടന്നു. റബ്ബർ കർഷകർ തളർന്നു, ടയർ കമ്പനികൾ കുതിച്ചു. കർഷകർക്ക് തിരിച്ചടി മാത്രമാണെങ്കിലും ടയർ വിപണിയിൽ വൻ കുതിച്ചുചാട്ടം. കേന്ദ്ര സർക്കാർ നൽകിയ GST ഇളവുകൾ വാഹന വിൽപ്പനയിലുണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ് ടയർ കമ്പനികൾക്കും നേട്ടമായത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഒക്ടോബർ-ഡിസംബർ പാദത്തിൽ കണക്കുകൾ പ്രകാരം പ്രമുഖ ടയർ കമ്പനികൾ കോടികൾ നേടി. JK ടയേഴ്സിന് ലാഭത്തിൽ 264% വർധനവുണ്ട്. റവന്യൂവിൽ 26%, MRFന് 119% ലാഭം കൂടി. റവന്യൂ നേട്ടം 15%. അപ്പോളോ ലാഭത്തിൽ 40%, റവന്യൂവിൽ 12% നേട്ടമുണ്ടാക്കി. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിലും ഈ മുന്നേറ്റം തുടരുമെന്നാണ് വിപണിയിലെ പ്രതികരണങ്ങൾ കാണിക്കുന്നത്. റബ്ബറിന് വളരെ മോശമായ കാലത്താണ് ടയർ മേഖല കുതിച്ചതെന്നാണ് വൈരുദ്ധ്യം. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ വില RSS 4-ന് 170 രൂപ മുതൽ 175 രൂപ വരെ ആയിരുന്നു. ബോർഡ് പ്രസിദ്ധീകരിച്ച വില ശരാശരി 185 രൂപയും. ടാപ്പിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വില മെച്ചമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതിയിൽ 49% പോയ വർഷത്തേക്കാൾ കുതിപ്പ്. ഓരോരോ മാസവും ശരാശരി 30,000 ടൺ വീതം സ്വാഭാവിക റബ്ബറും ഇറക്കുമതി ചെയ്തതോടെ നാട്ടിലെ വില കാര്യമായി മെച്ചപ്പെടാതെ പോയി. ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള അന്വേഷണങ്ങൾ കുറഞ്ഞത് കുരുമുളകിനെ അല്പം തളർത്തി. അൺഗാർബിൾഡ് മുളക് വില ക്വിൻ്റലിന് 69,800 രൂപയായി താഴ്ന്നു. അതേസമയം കാർഷിക മേഖലയിൽ നിന്നുള്ള നാടൻ കുരുമുളക് വരവ് കുറഞ്ഞ അളവിലാണ്. ഏലം കർഷകർക്ക് ആശ്വാസമായി വേനൽമഴ. ഹൈറേഞ്ചിലെയും പല ഭാഗങ്ങളിലെയും വേനൽമഴ കനിഞ്ഞത് കർഷകർക്ക് ആശ്വാസം പകർന്നു. കനത്ത പകൽ ചൂടിൽ ഒട്ടുമിക്ക ഏലത്തോട്ടങ്ങളും വരൾച്ചയെ അഭിമുഖീകരിച്ച അവസരത്തിൽ മഴയുടെ കടന്നുവരവ് ഭൂമിയെ അല്പം തണുപ്പിച്ചു. തുടർ മഴയ്ക്ക് അവസരം ലഭിച്ചാൽ ഏലത്തോട്ടങ്ങൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകും. ഇന്ന് നടന്ന ലേലത്തിൽ 59,265 കിലോഗ്രാം ഏലയ്ക്ക വന്നതിൽ 57,910 കിലോയും വിറ്റഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ സ്റ്റോക്കിസ്റ്റുകൾ വരും ദിനങ്ങൾ ചരക്ക് വിൽപ്പനയ്ക്ക് നീക്കം നടത്താം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.